പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം, നേരത്തെ 2 പേരാണ് ഈ സ്ഥാനാർത്ഥികളായിട്ട് അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് 2-ലേറെ ആളുകളുണ്ട്. അദ്ദേഹത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, തൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് വരരുത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കണ്ടസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം എന്ന് അദ്ദേഹം പറയാം. കാരണം സജീവൻ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ ചർച്ചകൾ ഇപ്പോൾ വളരെ വളരെ സജീവമാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ പറയാം. UDF അധികാരത്തിലെത്തുന്നു, സീറ്റുകളുടെ എണ്ണം നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യേണ്ട. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഹൈക്കമാൻഡ് പ്രതിനിധികൾ വരുന്നു, AICC നിരീക്ഷകർ വരുന്നു, പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. ആ പാർലമെന്ററി പാർട്ടിയിൽ കൂടുതൽ ആർക്ക് വേണ്ടി നിൽക്കുന്നോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി കൈപൊക്കുന്നോ അയാൾ മുഖ്യമന്ത്രി. ഇത് ഒരു ദിവസത്തെ ആ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ മാത്രം തീരുമാനമായി വന്ന് പിറ്റേന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ വളരെ സിമ്പിൾ ആയിരിക്കും ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ കൂടുതൽ MLA ആരെയാണ് പിന്തുണയ്ക്കുക അവരെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. പക്ഷെ അത് കടലാസിൽ എഴുതി വെച്ച കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മാത്രമാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ 2 ഗ്രൂപ്പുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർക്കിടയിലുണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവും മറ്റൊരു ഗ്രൂപ്പിൻ്റെ നേതാവ് പാർട്ടി നേതാവുമായിട്ട് മാറുക. ഒരാൾ KPCC പ്രസിഡൻറ്റും ഒരാൾ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിട്ട് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ ആയിട്ട് മാറുക. അതാണല്ലോ AK ആൻ്റണിയും കരുണാകരനൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വന്നപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇതേപോലെ ദീർഘകാലം KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല. ആ സമയത്ത് A ഗ്രൂപ്പിനായിരുന്നു. അപ്പോൾ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ആയിരുന്നത്. പിന്നീട് ഈ ചരിത്രത്തിൽ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നു. ഉമ്മൻചാണ്ടിയുടെ 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് വിജയമുണ്ടാവുമെന്ന് വിചാരിച്ചു, വളരെ തുടർച്ച ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ആ സമയത്ത് പാർട്ടിയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയാണ് വരേണ്ടത്. പക്ഷേ ആ സമയത്ത് MLA എനിക്കൊപ്പമാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവായത്. അത് ഹൈക്കമാൻഡ് MLA എല്ലാവരും പിന്തുണച്ചുകൊണ്ട് മാത്രമല്ല, ഹൈക്കമാൻഡ് ആ സമയത്ത് പിന്തുണച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയെ മാറ്റുമ്പോൾ നേരത്തെ അവിടെ പൊടിപ്പാറോട് പറഞ്ഞു, രമേശ് ചെന്നിത്തല മാറ്റുന്ന സമയത്ത് വി.ഡി. സതീശന് അനുകൂലമായിട്ടായിരുന്നില്ല MLA എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ മാറ്റുക എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് മാറ്റുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡിന് താല്പര്യമായിരുന്നു. അത് മാറ്റി. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്തവണയും ഇതേപോലെ MLA തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രം ഒരു റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്, സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം, നേരത്തെ 2 പേരാണ് ഈ സ്ഥാനാർത്ഥികളായിട്ട് അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് 2-ലേറെ ആളുകളുണ്ട്. ഭാഗ്യത്തിന് അത് 3ആയിട്ട് ചുരുങ്ങി. നേരത്തെ സുധാകരനും അടൂർ പ്രകാശും ഒക്കെ ഈ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ മത്സര കുപ്പായം അണിയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പ്രശ്നം മത്സരിച്ച 2 പേരുണ്ട്, മത്സരിക്കാത്ത ഒരാളുണ്ട്. ഇതിലാരെ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കും എന്നുള്ളതാണ്. അല്ല, MLA പിന്തുണയ്ക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈക്കമാൻഡ് ഇതിലാരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ്. ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും ഒരാളെ മാറ്റാൻ വലിയ ഉത്തരേന്ത്യയിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ കർണാടകയിൽ പോലും അവിടെ ശിവകുമാറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് വിചാരിക്കുന്ന ആളായിരിക്കും ചോയ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കൂ, രാജസ്ഥാനിൽ 2018 അശോക് ഗെഹ്ലോട്ടിനെയാണ് തീരുമാനിച്ചത്. അതിലൊരു ക്രൂഷ്യലായ ഘടകം MLA പിന്തുണയായിരുന്നു. സച്ചിൻ പൈലറ്റിനെ ഇടയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരാഞ്ഞു നോക്കി. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സർക്കാർ വീണേനെ. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പകരം കമൽനാഥിനെയാണ് സെലക്ട് ചെയ്തത്. ഒടുവിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ കർണാടകയിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം, ഈ ടേം നിബന്ധന കഴിഞ്ഞ് സിദ്ധരാമയ്യ ഇനി മാറി നിൽക്കട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും MLA കൂടുതൽ സിദ്ധരാമയ്യയുടെ കൂടെയാണ്. അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടെയും സംഭവിക്കാമല്ലോ. അല്ല, അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. അവിടെയൊക്കെ ഇത്തരം നേതാക്കന്മാർ, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ നേതാവ് വിചാരിച്ചാലൊപ്പം മാറുന്ന ആളുകളാണ്. കേരളത്തിൽ ഇപ്പോഴും ഹൈക്കമാൻഡിന് കുറച്ച് വില കൊടുക്കുന്ന MLA അല്ലാതെ ഒറ്റയടിക്ക് ഇപ്പം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും എന്നോ അല്ലെങ്കിൽ ഞാനിവിടെ ആകെ പ്രശ്നമാക്കും
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ MLA-മാരെ കിട്ടിയെന്ന് വരില്ല. അതേപോലെ തന്നെ PD സതീശിൻ്റെ കാര്യവും ഇവിടെ നമുക്ക് മുന്നിലുള്ളത് ഇതൊക്കെ MLA-മാരുടെ താല്പര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ മൂന്നാമത്തെ ഒരു കണ്ടസ്റ്റൻ്റ് കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡിന് ആരോടാണ് താല്പര്യം എന്നുള്ള ഒരു ഘടകം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിശോധിക്കുമ്പോഴും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ശ്രീകുമാറൊക്കെ പറഞ്ഞല്ലോ, നേതാക്കന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ കുറേ ഏതോ ലോക്കൽ നേതാക്കന്മാരോ ഒക്കെ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതിന് നേതാക്കന്മാർ എന്ത് പഴിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നേതാക്കന്മാരുടെ ജിഹുകളായിട്ടാണ് ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സിനിമയിൽ ഈ സൂപ്പർ സ്റ്റാറുകൾ ഈ ഫാൻസ് അസോസിയേഷനെ കൊണ്ടുള്ള കളികൾ നടത്താറുണ്ടല്ലോ, മറ്റവനെ കൂവിക്കുകയും ഇപ്പുറത്ത് കൈയടിക്കുകയും ചെയ്യുന്നത്. അത് അപ്പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് താല്പര്യം ആരുടെയെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല ഈ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടേതാണ്. അവർ നേരത്തെ പറഞ്ഞാണ് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞ കാര്യം, ഞാൻ മുഖ്യസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതേ ഇല്ല എന്നാണ്. അത് അദ്ദേഹത്തിന് എപ്പോഴും ആ താല്പര്യമുണ്ട്. ഇപ്പൊ ഈ താല്പര്യങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി തന്നെയാണ്. തീർച്ചയായും. ശ്രീ സജീവൻ ഇവിടെ ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ജോർജ് പൊടിപ്പാറ നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ VD സതീശൻ പെർഫോം ചെയ്തത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ K. സുധാകരൻ, അതിനു മുമ്പ് ഒരുപാട് MLA-മാർ KC വേണുഗോപാലിന്റെ ചിത്രമിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമർശനത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ അതിൽ പല ഈ നിയമസഭയിലേക്ക് മത്സരിച്ചിരിക്കുന്ന പല സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ തീരുമാനം എടുക്കുമ്പോൾ അധികാരം എങ്ങോട്ടാണ്, ആർക്കാണ് കൂടുതൽ അധികാര സാധ്യത എന്ന നിലയിൽ MLA-മാരുടെ മനം തിരിയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നോക്കിയാൽ ആർക്കായിരിക്കും സാധ്യത? തീരുമാനമെടുക്കുന്ന MLA-മാരാണെങ്കിൽ അവരുടെ മനം തിരിയുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എത്രയോ കാലമായി കണ്ടുവരുന്നതിന് MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്കറിയാമല്ലോ, കോഴി കൂവുന്നതുകൊണ്ടല്ല നേരം വെളുക്കുന്നത് നമുക്കറിയാം. പക്ഷേ കോഴി കൂവുന്നത് നേരം വെളുക്കുന്നതിൻ്റെ എന്തെല്ലാമോ സൂചനകൾ കിട്ടിയിട്ടാണ്. ഇതേപോലെയാണ് സുധാകരൻ്റെ കാര്യം. സുധാകരൻ്റെ കൃത്യമായ എന്തെല്ലാമോ സൂചനകൾ കിട്ടിയിട്ടാണ് അദ്ദേഹം ഈ KC വേണുഗോപാലിന് അനുകൂലമായിട്ട് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് ചുവടുമാറ്റം നടത്തുന്നൊന്നുമല്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, തൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള VD സതീശൻ അധികാരത്തിലേക്ക് വരരുത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കണ്ടസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം എന്ന് അദ്ദേഹം പറയാം. കാരണം രണ്ട് പേര് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ബദ്ധശത്രുവാണ് VD സതീശൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ പൊടിപ്പാറ പറഞ്ഞൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ വിജയശില്പിയാണെന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ സമ്മതിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തെ ആക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്ന് നിർബന്ധമുള്ള കുറേ പേരുണ്ട്, സുധാകരനെ പോലുള്ള ആളുകൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ആർക്കും ഇവിടെയുള്ള ആർക്കും അദ്ദേഹം അത് അവസരം കൊടുത്തില്ല. രാഹുൽ ഗാന്ധിയിലേക്ക് രാഹുൽ ഗാന്ധിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമുക്കറിയാം KC വേണുഗോപാലിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറിയാം. സാധാരണഗതിയിൽ അദ്ദേഹം ഇവിടെ മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഇപ്പോൾ പണ്ട് ഈ തിരുത്തലവാദികൾ കരുണാകരനെതിരെ രംഗത്ത് വന്നപ്പോൾ അന്ന് അതിന് നേതൃത്വം അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്ന ഇവിടെ രമേശ് ചെന്നിത്തലയും മറ്റുള്ള ആളുകളൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്ത് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിയായിരുന്നു. പക്ഷേ അന്നത്തെ ഹൈക്കമാൻഡ് ആരെയാണ് മുഖ്യമന്ത്രിയാക്കിയത്? കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണി ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റാണ് ഇവിടെ എത്തിയത്. അതേപോലെ ഇവിടെ ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായിട്ടും നടക്കും. MLA-മാർ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവരതിനനുസരിച്ച് ചായും. കാരണം അവർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നീട് കുറേ സ്ഥാനങ്ങളുണ്ടല്ലോ, കുറേ മന്ത്രിസ്ഥാനങ്ങളുണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുള്ള കാര്യം സംശയമില്ല. ഞാനിപ്പോൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് സുധാകരൻ്റെ ഈ ചുവടുമാറ്റെന്ന് ഞാൻ പറയില്ല. കാരണം
അദ്ദേഹത്തിൻ്റെ ഈ സംസാരമുണ്ടല്ലോ, അദ്ദേഹം നടത്തിയുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയുള്ള ഈ പരാമർശം, അത് കൃത്യമായ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സന്തോഷം, നേരത്തെ പറയുന്ന സന്തോഷം കൊണ്ടുകൂടിയായിരിക്കാം. കാരണം വി ഡി സതീശനാവില്ലല്ലോ, അതായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. കുറേ കൂടി സാധ്യതയിലേക്ക് ഇവിടെ കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.